ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഹോം മേക്കറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പിങ്കി. നമുക്കിന്ന് വൃത്തിയായും ഭംഗിയായും ബെഡ്ഷീറ്റുകൾ എങ്ങനെ വിരിക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 2 മെത്തേഡുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ മെത്തേഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഡബിൾ കോട്ട് വലുപ്പത്തിലുള്ള ബെഡാണിത്. ഈ ബെഡിൽ നമുക്ക് ഡബിൾ കോട്ടിൻ്റെ തന്നെ വലുപ്പത്തിലുള്ള ഷീറ്റ് വിരിക്കുന്നതാണ് ആദ്യത്തെ മെത്തേഡ്. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം. അപ്പോൾ ഷീറ്റ് ബെഡിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ വശങ്ങളിൽ 4 മൂലകളിൽ നമുക്ക് ഓരോ കെട്ടുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യത്തെ കോർണർ എടുത്തിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള കെട്ടുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോർണറിലും സെയിം മോഡലിൽ തന്നെ നമുക്ക് കെട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ബെഡ് മടക്കി വെക്കുമ്പോൾ, ഈ ഷീറ്റ് ബെഡിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുമ്പോൾ ഇതൊരു ലോക്ക് പോലെ പ്രവർത്തിക്കും ഷീറ്റ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഷീറ്റ് പെട്ടെന്ന് ഊരിപ്പോരില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ബെഡിൻ്റെ മുകളിൽ കയറി കളിച്ചാലൊന്നും ബെഡ്ഷീറ്റിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. അപ്പം ഇങ്ങനെ 4 മൂലകളിൽ നമുക്ക് കെട്ടിട്ട് കൊടുത്ത ശേഷം ഷീറ്റ് ഭംഗിയായി ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും, യാതൊരു കോട്ടവും സംഭവിക്കില്ല. കണ്ടോ? അപ്പോൾ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഇതൊരു ശരിക്കും ഒരു ലോക്ക് പോലെയാണ്, ഒരു ലോക്കിംഗ് സിസ്റ്റം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡബിൾ കോട്ടിൻ്റെ ബെഡ് അല്ലെങ്കിൽ സെയിം വലുപ്പത്തിനുള്ള ബെഡ്ഷീറ്റുകൾ മാത്രമേ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ വിജയിക്കുള്ളൂ. അപ്പോൾ നമ്മളിത് ഡബിൾ കോട്ടിൻ്റെ ബെഡാണ്, ഡബിൾ കോട്ടിൻ്റെ ഷീറ്റാണ്, അതുകൊണ്ടാണ് ഈ മെത്തേഡ് സക്സസ് ആവുന്നത്. അതേസമയത്ത് ഈ ബെഡിൽ നമ്മൾ ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ ഇതത്ര സക്സസ് ആവില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഷീറ്റ് വിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് ഇവിടെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നത് അടുത്ത മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് സെയിം ബെഡ് തന്നെയാണ്, ഡബിൾ കോട്ടിൻ്റെ ബെഡാണ്. പക്ഷെ നമ്മളിവിടെ വിരിക്കുന്നത് ഫാമിലി കോട്ടിൻ്റെ വലുപ്പത്തിലുള്ള ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റ് നമുക്ക് എങ്ങനെ ഭംഗിയായിട്ട് വിരിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഷീറ്റ് നന്നായി ബെഡ് കവർ ചെയ്യുന്ന രീതിയിൽ വിരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വിരിച്ചു കൊടുത്ത ശേഷം വേണം നമുക്ക് ഉള്ളിലേക്ക് ഇത് മടക്കി വെക്കാനായിട്ട്. നമ്മൾ ആദ്യം കണ്ട പോലെ നമ്മൾ കെട്ടുകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് നമ്മളിത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ തല അല്ലെങ്കിൽ കാലൊക്കെ വരുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡ് എടുത്ത ശേഷം ഉള്ളിലേക്ക് നമുക്ക് മടക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെ മടക്കുമ്പോൾ പെട്ടെന്നൊന്നും ഷീറ്റ് ഉള്ളിൽ നിന്നും ഊരിപ്പോരില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഏതാണ്ട് ഒരു കോൺ മോഡലിൽ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ലോക്ക് പോലെ ഇത് മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രസൻറ്റേഷനൊക്കെ പൊതിയുന്ന പോലത്തെ ഒരു മെത്തേഡാണിത്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. അപ്പം ബെഡ് ചെറുതാണെങ്കിലും ഷീറ്റ് വലുതാണ്, പക്ഷേ ഇളകിപ്പോരൊന്നുമില്ല. ഷീറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ കയറി കളിച്ച് മറിഞ്ഞാലൊന്നും ഷീറ്റിന് ഒരു കോട്ടവും സംഭവിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള 2 മെത്തേഡുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.